കൂട്ടുകാരെ, നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ വളരെ സന്തോഷത്തിലുള്ള ഒരു മുഹൂർത്തത്തിലാണ്. ഞങ്ങളിന്ന് മണാലിയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയി. ഒരു 7 മണിയോടുകൂടി ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടും. നാളെ രാത്രി 10:30ക്കാണ് ഞങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേരുക. നാട്ടിലെ പ്രിയപ്പെട്ടവരോടൊപ്പമാണ് എൻ്റെ മണാലി യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നത്. ഒരു ദീർഘദൂര യാത്രയായതിനാൽ മനസ്സിൽ വല്ലാത്ത സന്തോഷവും അനുഭൂതിയുമുണ്ട്. എന്തെന്നാൽ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഐഡിയയുമില്ല. ഈ യാത്രയിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എന്തെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാശ്മീർ യാത്രയോ അല്ലെങ്കിൽ ഡൽഹി മണാലി യാത്രയോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ട്രെയിനാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ മോഹിച്ച എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് കടന്നു വരികയാണ്. ഈ 2 ദിവസത്തെ 3 ടയർ AC കോച്ചിലെ യാത്രയ്ക്ക് ഞങ്ങൾക്ക് വന്നത് വെറും 2400 രൂപയാണ്. എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്കിത് തോന്നിയത്. എറണാകുളം മുതൽ നിസാമുദ്ദീൻ വരെ വെറും 22 സ്റ്റോപ്പുകളിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയിൽ ഒരു മുഷിപ്പോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് നേരിടുകയില്ല. ആദ്യ ദിനത്തിലെ യാത്രയിൽ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായത് വെറും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അത് നമ്മൾ വീട്ടിൽ നിന്നും പാചകം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ഉചിതം അതാണ്. എന്തെന്നാൽ നമുക്ക് യാത്രകളിൽ ലഭിക്കുന്ന ഭക്ഷണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കും. എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു ടീമിനെയാണ് ഞങ്ങൾക്ക് യാത്രയിൽ കിട്ടിയത്. യാത്രയിൽ സമയം പോകുന്നതിനായി യുനോ കാർഡ് കളിച്ചും ലൂഡോ കളിച്ചും സമയം പോയതറിഞ്ഞില്ല. ഉച്ചഭക്ഷണത്തിൻ്റെ നേരമായപ്പോൾ ഞാൻ കണ്ട ഈ കാഴ്ച വളരെ മനോഹരമായിരുന്നു. എനിക്കെൻ്റെ ബാല്യകാലമാണ് ഓർമ്മ വന്നത്. ഒരൊറ്റ വായൻ്റെലയിൽ നിന്നും 5 പേരാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് നല്ല ഒത്തൊരുമയോടെ. എന്തൊരു സ്നേഹമാണ്. അങ്ങനെ കളിയും ചിരിയും കഥപറച്ചിലുമായി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ പരിചയപ്പെട്ട പലരും പല നാടുകളിൽ നിന്നുള്ളവരായിരുന്നു. ഒന്ന്, അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്ന് ജന്നയും, സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിന്ന് അപർണയും, സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെ കാഞ്ഞങ്ങാട് നിന്നുള്ള ഷൈനയും ജീവനയും, പിന്നെ മലപ്പുറത്തിൻ്റെ സ്നേഹമായി ഒരു എടപ്പാളുകാരി ഗായത്രിയും. പേര് പോലെ തന്നെ അവൾ ഒരു ഗായികയാണെന്ന് അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയെങ്കിൽ അവളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം എന്നായിരുന്നു അടുത്ത ഊഴം. അങ്ങനെ പറഞ്ഞ് അവൾ പാട്ട് പാടാൻ സമ്മതിച്ചു. അങ്ങനെ അവൾ പാടാൻ തുടങ്ങി. ആ പാട്ടുകൾ 2 അതിമനോഹരമായിരുന്നു. എന്തായാലും ആ പാട്ടുകൾ നിങ്ങൾ കൂടി കേട്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. വിളിച്ചോ